Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi kafa wassalamun ala ibadihi alladhina istafa, amma ba'd. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya Sadaqallahul aliyyul azim. Ma min yawmin akthara min an ya'taqallahu fihi 'abdan minan nar min yawmi 'arafah wa innahu la yadnu minal malaikah fayaqulu ma arada haula aw kama qala Rasulullah sallallahu alaihi wa alihi wa ashabihi wa azka taslim wa sallama tasliman katsiran katsiran. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ പരിപാവനമായ ആത്മീയ വിശുദ്ധി കൊണ്ട് നിറഞ്ഞതായ അതിന്റെ തേജസ്സുറ്റതായ ദിവസമായ ഈ പരിശുദ്ധ ദുൽഹജ്ജ് മാസത്തിൻ്റെതായ ദിവസങ്ങളുടേതായ ഹക്ക് കൊണ്ട് നമ്മുടെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അവന്റെ മഹബ്ബത്തിലാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ് നാം ഉള്ളത്. അതിലേറെ യൗമ അറഫയോട് ചേർന്ന് നിൽക്കുന്നതായ സൂര്യാസ്തമയത്തിന് ശേഷം ഒരു പവിത്രമായ ഒരു ദിവസത്തിലോട്ട് നാം കടക്കവേ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, എല്ലാം കൊണ്ടും മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായി സമാശ്വാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലോട്ട് ഇറക്കപ്പെട്ടതായ ദിവസങ്ങളിൽ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠകരമായ ദിവസമായ അറഫ ദിനത്തിനോട് നാം ഓരോരുത്തരും അടുക്കുമ്പോൾ എന്താണ് അറഫ എന്നും ആ അറഫ ദിവസത്തിൻ്റെതായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നാം മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുവാനും മനസ്സിലാക്കുവാനും അമൽ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അറഫ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ളതായ വിശുദ്ധമായ ഖുർആനിന്റെ സത്യ വചനങ്ങളിലൂടെ നാം പെട്ടെന്ന് നമ്മുടെ ഓർമ്മ പോകുന്നതായ ഒരു ദിവസമാണ് അറഫ എന്ന് പറയുമ്പോൾ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുകയും അതിലൊന്നും തിരികെ കയറ്റുവാനോ അതിൽ നിന്നും പുറന്തള്ളുവാനോ പാടില്ല എന്നുള്ളതായ ഉറച്ചതായ വാക്യത്തെ, വചനത്തെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയതായി, ലോകത്തിൻ്റെതായ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചതായ ദിവസമാണ് അറഫ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ലക്ഷോപലക്ഷം വരുന്നതായ ഹാജിമാരും ലക്ഷോപലക്ഷം വരുന്നതായ ഹജ്ജുമാരും സമ്മേളിക്കൽ നിർബന്ധമായ ദിവസമാണ് അറഫ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സവിശേഷതകൾ ആ ദിവസത്തിന് വേണ്ടി പ്രത്യേകമാക്കുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറഫ ദിവസത്തെക്കുറിച്ച്, അറഫയിലെ സംഗമത്തെക്കുറിച്ച് പ്രത്യേകമായി നമ്മോട് അതിനെ വിശദീകരിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, തദവസരത്തിൽ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസ് ഉണ്ട്. മാ മിൻ യൗമിൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യഅതല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ. ഈ ദുനിയാവിൽ ഒരുപാട് ദിവസങ്ങളുണ്ട്, അല്ലാഹുവിന്റെ സന്നിധാനത്ത് ഒരുപാട് ദിവസങ്ങളുണ്ട്. പക്ഷേ അറഫ ദിവസത്തിലാണ് പോലും ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അടിമകളെ നരകത്തിൽ നിന്നും മോചനത്തിന് വേണ്ടി, ആ നാരകീയമായ മോചനത്തിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുക്കുന്നത് അറഫ ദിവസമാണെന്ന് പോലും
സംഗമം സംഗമിക്കുന്നതായ ദിവസത്തിലാണ് പോലും ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അടിമകളെ നരകത്തിൽ നിന്നും അല്ലാഹു തആല മോചിപ്പിക്കുന്നതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ, റമദാനിന്റേതായ പവിത്രമായ വിശുദ്ധമായ ദിനരാത്രങ്ങൾ കഴിഞ്ഞാൽ, റമദാനിന്റേതായ ആത്മീയമായ ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ ദിവസങ്ങൾ കഴിഞ്ഞാൽ, തിങ്കൾ പോലെ വ്യാഴം പോലെ വളരെ ശ്രദ്ധിച്ച് നോമ്പെടുത്തതായ ദിവസമാണ് അറഫ എന്ന് നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല യുകഫിറുൽ മാദിയ യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, മുൻകഴിഞ്ഞതായ പാപങ്ങളെയും പിൻകഴിഞ്ഞതായ ഒരു വർഷത്തെ പാപങ്ങളെ പോലും ചെറുപാപങ്ങളെ പോലും പൊറുപ്പിക്കുവാനും കഴുകിക്കളയുവാനും ഈ അറഫ ദിവസത്തിൽ നോമ്പിന് സാധിക്കുമെങ്കിൽ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അറഫയിലെ സംഗമം എത്ര വലുതാണ്, വലിപ്പമാണ്, വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല അറഫ ദിവസത്തെ കുറിച്ച് മറ്റൊരു വാക്യത്തിലൂടെ പ്രവാചകൻ പറയുകയാണ്, ഇന്നഹു ലയദിനു മിനൽ മലായിക സുമ്മ യുബാഹിയുൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗലാ. അറഫയിലെ സംഗമത്തിലാണ് അല്ലാഹു തആല വാനലോകത്ത് ഒന്നാമത്തെ ആകാശത്തിലോട്ട് ഇറങ്ങി വരുമെന്നും അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ടും സഹായിക്കുമെന്നും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, നിങ്ങൾ എന്താണ് എന്നോട് ദുആ ചെയ്യുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നും പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളെ ഖൈറുദ് ദുആ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് അത് അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്കൃഷ്ടമായ ദുആയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആയാണ്. ഒരുപാട് ദുആകൾ നാം ചെയ്യുന്നുണ്ട്, റമദാനിൽ ദുആ ചെയ്യുന്നുണ്ട്, പവിത്രമായ രാവുകളിൽ നാം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏറ്റവും നന്മയാർന്ന ദുആ ഏതാണെന്നറിയുമോ, ഏറ്റവും ഖൈറായ ദുആ ഏതാണെന്നറിയുമോ? ആ ദുആ എന്ന് പറയുന്നത് അത് അറഫ ദിവസത്തിലെ ദുആയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിന്റേതായ അമലുകൾ ആരംഭം കുറിക്കുമ്പോൾ ഇന്നേ ദിവസം ഒരു മിനായിൽ രാവാർക്കുമല്ലോ, അവർ അറഫയിലോട്ട് നീങ്ങവേ, അറഫ എന്ന് പറയുന്ന സഹോദരങ്ങളെ മറ്റൊരു മുദ്രാവാക്യം ലോകത്തിനോട് വിളിച്ചു പറയുകയാണ്. ലോകത്തിലെ ജനങ്ങളോട് അറഫ സംഗമം മറ്റൊരു പ്രധാനമായ മുദ്രാവാക്യം വിളിച്ചു പറയുകയാണ്. ഏതാണ് മുദ്രാവാക്യം എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സ്വഹാബത്തുണ്ടായിട്ട് കറുത്തവനായ ബിലാലിനെയാണ് ആദ്യമായി ബാങ്കിന്റെ ധ്വനികളെ തിരഞ്ഞെടുത്തു. ആ ബാങ്കിന്റെ ധ്വനികൾ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരഞ്ഞെടുത്തത് ബിലാലിനെയാണ്. സഹോദരങ്ങളെ, ഒരു പാത്രം നടുവ് വെച്ചിട്ട് ആ പാത്രത്തിൽ വെളുത്തവനായ സൽമാൻ അൽ ഫാരിസി തങ്ങളെയും കറുത്തവനായ ബിലാൽ തങ്ങളെയും ഭക്ഷിപ്പിച്ച ഒരേ പ്രവാചകന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അറഫ സംഗമം വിളിച്ചു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വലിയ പാടാണ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്, നമ്മൾ പ്രസംഗിക്കുന്നവരാണ്, നമ്മൾ ജീവിക്കുന്നവരാണ്. പക്ഷേ അറഫ സംഗമം വിളിച്ചു പറയുന്നതായ മറ്റൊരു പ്രധാന മുദ്രാവാക്യം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജബൽ റഹ്മയിൽ നിന്ന് പ്രസംഗം നടത്തുമ്പോൾ, അറഫയുടെ മൈതാനത്തിൽ നിന്ന് പ്രസംഗം നടത്തുമ്പോൾ തന്റെ മുന്നിൽ സമ്പത്തുള്ളതായ സ്വഹാബത്തുണ്ടായിരുന്നു, പാവപ്പെട്ടവരായ സ്വഹാബത്തുണ്ടായിരുന്നു, വീടുള്ളവനായ സ്വഹാബത്തുണ്ടായിരുന്നു, അധികാരമുള്ളവനായ ഗവർണറായ സ്വഹാബത്ത്
വിളിച്ചു പറയുന്ന മറ്റൊരു പ്രധാന മുദ്രാവാക്യം ഇവിടെ സമ്പത്തുള്ളവനോ സമ്പത്തില്ലാത്തവനോ അധികാരമുള്ളവനോ അധികാരമില്ലാത്തവനോ അല്ല സ്ഥാനം. നാം എല്ലാവരും ഒന്നാണ്, ഒരേ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താണ്? യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. എല്ലാവരെയും ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും അല്ലാഹു തആല പടയ്ക്കുമ്പോൾ അറഫാ സംഗമത്തിൽ തൂവെള്ള വസ്ത്രധാരികളായി ഒരു മേൽമുണ്ടും ഒരു മുണ്ടും മാത്രം ഉടുത്തുകൊണ്ട് ആ അറഫാ സംഗമത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുവാൻ, ആ സ്ഥലത്തിൽ ഏതെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കിട്ടുവാൻ വേണ്ടി കുതിക്കുന്നതായ ഹാജിമാരെ എല്ലാ സമ്പത്തും മറന്നുകൊണ്ട് അതിനൊക്കെ പുറമെ നാം എല്ലാവരും ഒരേ ആദമിന്റെ മക്കളാണ്, ഒരേ മനുഷ്യരാണ് എന്നുള്ളതായ വലിയ മുദ്രാവാക്യമാണ് അറഫാ സംഗമത്തിൽ വിളിച്ചു വരുന്നതെങ്കിൽ അവിടെ ചെച്നിയനുണ്ട്, അവിടെ കാനഡക്കാരനുണ്ട്, അവിടെ സൗത്ത് ആഫ്രിക്കൻ വംശജരുണ്ട്, അവിടെ വെസ്റ്റ് ഇൻഡീസുകാരനുണ്ട്, അതേ വെളുത്ത പോലെയുള്ള ഓസ്ട്രേലിയക്കാരനുണ്ട്. അവിടെ എത്രയോ രാജ്യക്കാർ സമ്മേളിക്കുമ്പോ എല്ലാവർക്കും പ്രത്യേകമായ സ്ഥാനങ്ങളില്ല, പ്രത്യേകമായ വരികളില്ല. ഇന്ന വെളുത്തവന് ഇന്ന സ്ഥാനമാണ്, കറുത്തവന് ഇന്ന സ്ഥാനമാണെന്നില്ല. എല്ലാവരും ഒരേ സഫിൽ അണിനിരക്കേണ്ടത് അറഫാ സംഗമത്തിൽ എന്നല്ല പരിശുദ്ധമായ കഅബാലയത്തിൽ നമ്മൾ കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേ ഒരു മുദ്രാവാക്യം ഈ 2024 വിളിച്ചു വന്നുണ്ടെങ്കിൽ അത് ആരുടെ മിടുക്കാണ്? അല്ലാഹു തആല പറയാണ് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ അല്ലാഹു തആല മനുഷ്യനെ പടച്ചിരിക്കുന്നത് വ്യത്യസ്തമായ വിവിധങ്ങളായ രീതികളിലാണ്. മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് പോലും വളരെ വ്യത്യാസമായ രീതിയിൽ പടയ്ക്കുവാൻ ഒരേ ഒരു രൂപകൽപ്പന ചെയ്ത ഒരേ ഒരു ആള് അത് അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിന്റെ അടിമകളായി, ആ അല്ലാഹുവിന്റെ ദാസന്മാരായി, ആ അല്ലാഹുവിന്റെ ദാസിമാരായി ഒരേ ഒരു മനസ്സോടെ അറഫാ സംഗമത്തിൽ നാളെ ഹാജിമാർ ഒരുമിക്കുമ്പോ അവരോടുള്ളതായ ഐക്യദാർഢ്യം എന്നുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ ദുആയിൽ ഒരിടം കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുക, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഇന്നഹു ലയദ്നു സുമ്മ യബാഹിമുൽ മലായികതു ഫയഖൂലു മാ അറാദ ഹൗലാ. ഈ അറഫാ സംഗമത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് എന്റെ അടിമകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്റെ അടിമകൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, അവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ, അത് നൽകാൻ ഞാൻ തയ്യാറാണ്, അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അറഫാ സംഗമം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിലോ എഴുത്തുകളിലോ ഒതുങ്ങുന്നതല്ല. അതിനേക്കാളും മുകളിലും പുണ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിനോട് പഠിപ്പിച്ചു കൊടുത്തതാണ്. അല്ലാഹു മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ വിവിധങ്ങളായ കാലുകൾ ഉണ്ടായിരിക്കാം, ഇവിടെ വിവിധങ്ങളായ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം, ഇവിടെ വിവിധങ്ങളായ കുടുംബ തറവാട് പരമ്പരകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാത്തിനും മുകളില്, എല്ലാ തറവാടിനും മുകളില്, എല്ലാ സമ്പത്തിനും മുകളില്, എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ ഞാനൊരു മനുഷ്യനാണോ? എടോ, ഞാനൊരു മനുഷ്യനാണ്. പച്ചയായ ഒന്നുമില്ലാത്ത ഒരു അടിമയായ, രണ്ട് തുണികൾ മാത്രമുള്ളതായ, ഒരു മേൽമുണ്ടും ഒരു ഉടുമുണ്ടും മാത്രമുള്ളതായ ഒരു മനുഷ്യനായി അറഫായിലെ സംഗമത്തിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രഖ്യാപനമാണ്. നാളെ മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോകാനില്ല, നാളെ ഖബറിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല എന്നുള്ളതായ ഒരു വലിയ ഒരു പ്രഖ്യാപനവുമായി വിളംബരവുമായി നാളെ ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പ്രത്യേകം നമ്മുടെ ചിന്തകളിലോട്ട്, നമ്മുടെ മനസ്സുകളിലോട്ട് അതേ ഒരു ചിന്ത, ഞാൻ വെറും അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്, വെറും അല്ലാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. ഈ ദുനിയാവിലെ അലങ്കാരം, ദുനിയാവിലെ സമ്പത്ത്, ദുനിയാവിലെ വാഹനം, ദുനിയാവിലെ വീട്, ദുനിയാവിൻ്റെതായ അധികാര കസേരകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അറഫായിലെ ഹാജിമാർ ഒരുമിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ ഒരുമിച്ച് കൂടേണ്ടവനാണ് എന്നുള്ളതായ ബോധം, എന്നുള്ളതായ വിശ്വാസം, എന്നുള്ളതായ മൂല്യമേറിയതായ വിശ്വാസം നമുക്ക് ഉണ്ടാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. പിന്നെന്തിനാണ് നിനക്ക് ഈ ഗോത്രം നൽകിയത്? പിന്നെന്തിനാണ് അല്ലാഹു നിനക്ക് തറവാട് നൽകിയത്? പിന്നെന്തിനാണ് അല്ലാഹു നിനക്ക് വെളുപ്പ് നൽകിയത്? വജഅൽനാകും ശുഊബൻ ലിഖബായില ലിതആറഫു. അതിനെ നിനക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് നീ ഇന്നയാളാണ് എന്ന് നിനക്ക് വേറെ ഒരു അഡ്രസ് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുമ്പോൾ ഈ അറഫയിലെ സംഗമവും ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റേതായ പ്രത്യേകതകൾ നിറഞ്ഞതായ ദിവസങ്ങളും ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി കളയുന്നതായ അറഫയിലെ നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയാണ്. നമുക്ക് ഇന്ത്യ രാജ്യത്തുള്ളവർക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫയിലെ നോമ്പ് ഞായറാഴ്ചയാണ്. ഹബീബായ പ്രവാചകൻ ഹാജിമാരെ അറഫയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞത് എന്നാണോ അറഫയിലെ 9 അത് നിങ്ങളെന്ന് പിടിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ചെയ്താൽ മതി. ഹബീബായ പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ രീതിയിലായി ചോദിച്ച് അന്വേഷിക്കുമ്പോൾ കൂടുതൽ സ്വഹാബത്തിനോട് പോലെ പ്രവാചകൻ പറയുന്ന സഹാബ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങൾ കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാക്കാം. മിസ്വാക്ക് പോലും പല്ല് തേക്കുക എന്നതുപോലും നിർബന്ധമാക്കാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഉമ്മത്തികൾക്ക് കഷ്ടമാകുമോ എന്ന് പേടിച്ചിട്ട് നിർബന്ധമാക്കാത്തതാണ്. ചിലർ നാളെ പിടിക്കാറുണ്ട്, ചിലർ മറ്റന്നേ നോമ്പ് പിടിക്കാറുണ്ട്. പക്ഷേ സുന്നത്തായ നോമ്പ് എന്നുള്ളത് എല്ലാ ദിവസവും പിടിച്ചാൽ അല്ലാഹു തആല പ്രതിഫലം നൽകും. അല്ലാഹു തആല കരുണയുള്ളവനാണ്. പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയാണ് അതിന്റെ ദിവസം. ഇപ്പൊ അമേരിക്കയിൽ സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോഴല്ല ഇന്ത്യ രാജ്യത്ത് വിളിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് വിളിക്കുമ്പോഴല്ല, ആ സമയത്തല്ല ദുബായിലും സൗദി അറേബ്യയിലും മറ്റു ഭൂഖണ്ഡങ്ങളിലും വിളിക്കുന്നത്. സമയങ്ങൾ വളരെ വ്യത്യാസമാണ്. അതിൻ്റെതായ സമയങ്ങളും നിയമങ്ങളും അതിൻ്റെതായ മണിക്കൂറുകളൊക്കെ വളരെ വ്യത്യാസമാണ്. അതുപോലെ നമുക്ക് കിട്ടിയത് ഞായറാഴ്ചയാണ്. അപ്പോ ആ ഞായറാഴ്ച സുന്നത്തായ നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളയുവാൻ വേണ്ടി നമ്മളേറെ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം തിങ്കളാഴ്ച വലിയ പെരുന്നാളിന്റെ സുദിനമാണ്. പിന്നെ ഉദ്ഹിയത്തും അതിൻ്റെതായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതായ ബഹുമാനപ്പെട്ട മഹല്ലിന്റെ ഭാരവാഹികൾ നിങ്ങൾ അറിയിക്കുന്നത് പോലെ വളരെ ശ്രദ്ധിച്ച് അതിനെ കൈകാര്യം ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും മൂല്യമേറിയതായ ദീനിന്റെ അടയാളമായ ഷിആറായ ഉദ്ഹിയത്തിന്റെ കർമ്മം ഏത് രീതിയിലാണ് ഇവിടെ നടത്തപ്പെടുന്നത്? വളരെ അച്ചടക്കത്തോട് നടത്തുമ്പോൾ അതിനെ പൂർണ്ണമായി പിന്താങ്ങിക്കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പുണ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ ഉമ്മി യാ ഫാത്തിമ, ഒന്ന് എഴുന്നേൽക്ക് ഫാത്തിമ, ഇതിന്റെ പുറകിൽ നിൽക്ക് ഫാത്തിമ. ഈ ഉദ്ഹിയത്തിന്റെതായ കർമ്മത്തിന്റെ പുറകിൽ വളരെ ചിട്ടയോടെ മര്യാദയോടുകൂടെ അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്നാണ് മഹദിയായ ഫാത്തിമ സഹറബത്തുൽ റളിയല്ലാഹു തആല അൻഹയോട് പുണ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വീടുകളിൽ അറക്കാതിരിക്കാം നമ്മുടെ ഇഷ്ടമാണ് അല്ലേ? വീടുകളിൽ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മുടെ മഹല്ലിൽ ഇങ്ങനെ ഒരു സംവിധാനം നടക്കുമ്പോൾ ഏറ്റവും മാതൃകാപരമായ ജീവിത ശൈലി എന്നുള്ളത്, ഏറ്റവും നന്മയാർന്ന കാര്യം എന്നുള്ളത് ആ മഹല്ലിന്റെ കീഴിൽ നടത്തുമ്പോൾ വളരെ റാഹത്തായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ എല്ലാവരോടും കൂടി ചേർന്ന് നിന്ന് നടത്തുക എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അത് മഹല്ലിന്റെതായ കെട്ടുറപ്പുകളിൽ ഏറ്റവും പുണ്യമേറിയ കാര്യമാണ്. അങ്ങനെ ഉദ്ഹിയത്തിന് ബലമുണ്ടായിട്ട്, കഴിവുണ്ടായിട്ട്, ഉദ്ഹിയ കർമ്മത്തിന് ശക്തി ഉണ്ടായിട്ട്, സമ്പത്ത് ഉണ്ടായിട്ട്, കഴിവുണ്ടായിട്ട് ഉദ്ഹിയത്തിൻ്റെതായ കർമ്മത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവൻ അതെനിക്ക് ആവശ്യമില്ല, അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവൻ എന്റെ മുസല്ലയിൽ നമസ്കരിക്കാൻ വരരുത് എന്ന് പോലും പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ മൂല്യമേറിയതാണ് ഉദ്ഹിയ, അത്രയേറെ ശക്തിമത്തായ സുന്നത്തായ കർമ്മമാണ് ഉദ്ഹിയ. അല്ലാഹു തആല മാതൃകാപരമായ രീതിയിൽ മുൻവർഷങ്ങളെ പോലെ വളരെ റാഹത്തായ രീതിയിൽ നടത്തുവാൻ നമുക്കും ഇതര മഹല്ലുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പെരുന്നാൾ വരുമ്പോൾ ശക്തിമത്തായ ഒരു സുന്നത്തായ കാര്യങ്ങൾ പെട്ടതാണ് ഭക്ഷണം കഴിക്കാതെ വരിക. ഇവിടെ നമസ്കാരം കഴിഞ്ഞു പോയി കഴിക്കുക എന്നുള്ള ശക്തി
എന്താണ് സുന്നത്തായ കാര്യങ്ങൾ പെട്ടതാണ്. നല്ല സുഗന്ധമൊക്കെ പുരട്ടി നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഇൻഷാ അല്ലാഹ് 8 മണിക്ക് പിന്നെ ചെറിയ പെരുന്നാളിനെ പോലെ തന്നെ 8 മണിക്ക് തന്നെ തക്ബീറുകൾ കേട്ടു. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും ആ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ഭാരവാഹികളെ അറിയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ളതായ മുഴുവൻ കാര്യങ്ങളും വളരെ അച്ചടക്കത്തോടുകൂടി വളരെ മാതൃകാപരമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മാതൃകയാകണം. ആ രീതിയിൽ മാതൃകാപരമായി ചെയ്യുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.